മലപ്പുറം ജില്ലയിലെ പ്രധാന കൃഷികളിലൊന്നാണ് വെറ്റില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറ്റില കൃഷി ചെയ്യുന്നത് മലപ്പുറത്താണ്. മരങ്ങളിലും മറ്റും പടർന്നു കയറുന്ന നേർത്ത വള്ളിച്ചെടിയായ വെറ്റിലയുടെ ഉപയോഗം 2000 വർഷത്തിനു മുൻപേ തുടങ്ങിയതാണെന്ന് ശ്രീലങ്കയിലെ പുരാതന ചരിത്ര പുസ്തകമായ മഹാവാസ്മയിൽ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്നായ പാലിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ പണ്ടുതൊട്ടേ അതിഥി സൽക്കാരത്തിന്റെ ഭാഗമാണ് വെറ്റിലക്കൂട്ട്. മുറുക്കാൻ മാത്രമല്ല, ഔഷധ നിർമ്മാണത്തിനും വെറ്റില ഉപയോഗിക്കും. ചുമ, ശ്വാസതടസ്സം തുടങ്ങി ശ്വാസകോശ സംബന്ധമായ തകരാറുകൾക്ക് വെറ്റില നല്ലൊരു ഔഷധമാണ്. കടുകെണ്ണയിൽ മുക്കി ചൂടാക്കിയ വെറ്റില നെഞ്ചിൽ വെക്കുന്നത് ശ്വസന പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും. പ്രമേഹത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് വെറ്റിലയ്ക്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശക്തമായ തലവേദനയ്ക്ക് വെറ്റില പുറമേ ഉപയോഗിക്കുന്നത് ആശ്വാസം നൽകും. കൂടാതെ വെറ്റില നീരും ശുദ്ധീകരിച്ച വെളിച്ചെണ്ണ പോലുള്ള ഏതെങ്കിലും എണ്ണയും ചേർത്തുള്ള കുഴമ്പ് പുരട്ടുന്നത് നടുവേദനയ്ക്ക് പെട്ടെന്ന് ശമനം നൽകും. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കൃഷി ചെയ്യുന്ന വെറ്റില ലോകപ്രസിദ്ധമാണ്. തിരൂർ ലങ്കാപ്പാൻ എന്നറിയപ്പെടുന്ന വെറ്റിലയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന 60% വെറ്റിലയും പാകിസ്ഥാനിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഏറെക്കാലം പ്രവാസ ജീവിതം നയിച്ച മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിലെ അലി മുഹമ്മദ് അമ്പഴാത്തുള്ളി എന്ന ഇദ്ദേഹം വെറ്റില കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തിരികെ വരികയായിരുന്നു. ഇന്ന് വീടിനോട് ചേർന്നുള്ള 64 സെന്റ് സ്ഥലത്ത് അദ്ദേഹം വെറ്റില കൃഷി ചെയ്യുന്നു. മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം ഇവർ നല്ലൊരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാതായപ്പോൾ ഈ കൃഷിയിൽ ഈ വെറ്റില കൃഷിയിലാണ് ഇറങ്ങിയത്. തിരൂർ വെറ്റില എന്നതിന് പേര് പറയാം. നല്ല വെറ്റിലനും പേരുണ്ട്. പാകിസ്ഥാനിലൊക്കെ കയറ്റുമതി ഉള്ളിടത്ത് പാകിസ്ഥാനിലൊക്കെ ഭയങ്കര വിലയാണ് ഈ വെറ്റിലക്ക്. വെറ്റില കൃഷി എങ്ങനെ ലാഭകരമായി നടത്താമെന്ന് ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്. വെറ്റിലക്കൊടി പടർത്തിവിടാൻ മുട്ടുകൾ വെച്ച് കെട്ടിയാണ് താങ്ങുണ്ടാക്കുന്നത്. പിന്നീട് ഇതിന്റെ ചുവട്ടിൽ വെറ്റില നടും. ഇതുകൊണ്ട് സ്ഥലം ലാഭവും ഒപ്പം ജലസേചനത്തിനും ലാഭവുമുണ്ട്. അലിയെ സഹായിക്കാൻ ഒരു സഹായി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് വെറ്റില കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ശരിയായി പരിപാലിച്ചാൽ വളരെ കുറവ് തൊഴിലാളികളെ കൊണ്ട് നടത്താൻ പറ്റിയ നല്ല കൃഷിയാണ് വെറ്റില. ഈ ചെലവ് ചുരുക്കൽ വഴി സാമ്പത്തിക ലാഭവുമുണ്ട്. അലിക്ക് പൂർണ്ണ പിന്തുണയുമായി കൃഷിഭവനും പഞ്ചായത്തും ഒപ്പമുണ്ട്. അദ്ദേഹം ഈ വെറ്റില സെന്റില് വെറ്റില കൃഷിയിലൂടെയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഗൾഫുകാരനായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കന്നുകാലി വളർത്തലും വെറ്റില കൃഷിയുമായിട്ട് നല്ല രീതിയിൽ ഉപജീവനം പോവുകയാണ്. ഞങ്ങൾ 2013-14 സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം വെറ്റില കൃഷി വിസ്തൃതി വ്യാപനത്തിന് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ എല്ലാ വർഷവും ജനകീയാസൂത്രണത്തിൽ ഉൾപ്പെടുത്തി വെറ്റില കൃഷിക്ക് ജൈവവള പ്രയോഗത്തിനുള്ള ആനുകൂല്യം കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷവും ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃഷിഭവനിൽ നിന്ന് നല്ല ആനുകൂല്യം അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ട് നമുക്ക് നിൽക്കാനും ഇതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൃഷിഭവനിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ കർഷക ദിനം ആഗസ്റ്റ് 17 കർഷക ദിനത്തിന്
നല്ലൊരു വെറ്റില കർഷകനുള്ള അവാർഡ്, പഞ്ചായത്ത് തലത്തിലുള്ള അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഈ കൃഷിയിലോട്ടാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു കുഞ്ഞു കൂടെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കും. ഈ വെറ്റിലത്തോട്ടം നിരീക്ഷിക്കാനും അതിൽ പുഴു എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനും ആ കുഞ്ഞുകൂടെ ഇതിലുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ജൈവവള പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത്. ചാണകമാണ് പ്രധാനമായും ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. കൂടാതെ കടലപ്പിണ്ണാക്ക്, പച്ചിലവളം എന്നിവയും ഉപയോഗിക്കും. ഇതിനായി ഇദ്ദേഹം പശുവിനെയും പോത്തിനെയും വീട്ടിൽ വളർത്തുന്നു. വീട്ടിലേക്കുള്ള പാലും ഇതിലൂടെ ലഭിക്കും. ഈ കാണുന്ന വെറ്റിലയാണ് തിരൂർ വെറ്റില. അപ്പോൾ നല്ല ഔഷധ ഗുണമേന്മയുള്ള വെറ്റിലയാണ്. ഇത് പാകിസ്ഥാനിൽ വളരെയധികം പ്രിയപ്പെട്ട ഒരു വെറ്റിലയാണ്. വെറ്റില കൃഷിയിൽ 2 തരത്തിലുള്ള കൃഷി ചെയ്യാറുണ്ട്. ഒന്ന് കൂട്ടക്കൊടി, രണ്ടാമത് കൗങ്ങിൽ മേൽക്കൊടി. അതായത് അടയ്ക്കാമരത്തിൽ വെറ്റിലക്കൊടി ചെയ്യുന്നതാണ് കൗങ്ങിൽ മേൽക്കൊടി എന്ന് പറയുന്നത്. ഇത് കൂട്ടക്കൊടിയാണ്. കൂട്ടക്കൊടി നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് ഏറ്റവും ഉചിതമായി ചെയ്യാൻ പറ്റുന്നത്. അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത് കമുകിൻ്റെ ചീളുകൾ, അതായത് ഒരു 20 അടിയോളം നീളമുള്ള കമുകിൻ്റെ ചീളുകൾ, അല്ലെങ്കിൽ ഒലട്ടിപ്പനയുടെ ചീളുകളാണ് ഇതിൻ്റെ താങ്ങുകാലായിട്ട് എടുക്കുന്നത്. നിലത്ത് 4 അടി ചുറ്റളവിൽ കുഴിയെടുത്ത് അതിനകത്ത് ചപ്പുചവറുകളും ചാണകപ്പൊടിയും നന്നായിട്ട് ചേർത്തതിന് ശേഷം 8 കാലുകൾ 8 പോയിന്റുകളിലായിട്ട് വയ്ക്കും. 8 പോയിന്റുകളിലും ഓരോ കാലിൽ 2 വള്ളികളായിട്ടാണ് പതിവയ്ക്കാറുള്ളത്. അങ്ങനെ ഒരു കൂട്ടത്ത് 8 താങ്ങുകാലുകളും 16 വള്ളികളും ഉണ്ടാകും. പതിവെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തിനിടവിട്ട് ഇതിന് ചാണകപ്പാൽ, അതായത് 1 കിലോ ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ തന്നെ കലക്കിയതിന് ശേഷം അത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. കൂടാതെ തന്നെ ചപ്പ് ചവറുകൾ പുതയായിട്ട് നല്ലവണ്ണം, വെറ്റിലക്കൊടിക്ക് നല്ല ഈർപ്പമുള്ള ഒരു കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. നല്ല കായിക വളർച്ച വേണ്ടതാണ്. അപ്പോൾ നൈട്രജൻ വളം കൂടുതലായിട്ട് വേണ്ട ഒരു ചെടിയാണ്. അപ്പോൾ അതിന് കൂടാതെ ചെയ്യാറുള്ളത് കപ്പലണ്ടി പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അതിനോടൊപ്പം തന്നെ 1 കിലോ പച്ചച്ചാണകവും 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൂട്ടി യോജിപ്പിച്ച് രാവിലെ കലക്കി വെച്ചിട്ട് 12 മണിക്കൂറിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല കരുത്തോടെ ചെടി നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് വളർന്നു കഴിഞ്ഞാൽ ഒരു 4 മാസം ആകുമ്പോഴേ ഇതിൻ്റെ വിളവെടുത്ത് തുടങ്ങാം. കാരണം ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ കണ്ണി വെട്ടാൻ തുടങ്ങും. അതായത് കണ്ണി എന്ന് പറയുമ്പം ശിഖരങ്ങൾ, ആ ശിഖരത്തിൽ നിന്നാണ് നമ്മൾ വെറ്റില എടുക്കാറുള്ളത്. വെറ്റില നുള്ളി എടുക്കുന്നത് ശിഖരത്തിൽ നിന്നാണ്. 4 മാസം ആകുമ്പോൾ ആ ചെടിയിൽ നിന്ന് നമുക്ക് കണ്ണികളിൽ നിന്ന് വെറ്റില നുള്ളിയെടുക്കാം. 21 ദിവസത്തിനിടവിട്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കാം. വെറ്റില ആഴ്ചതോറും പറിച്ച് കെട്ടാക്കി കൽപ്പകഞ്ചേരിയിൽ തന്നെയുള്ള ആഴ്ചചന്തയിലാണ് വിൽക്കുന്നത്. ഒന്ന് വിളവെടുത്തു കഴിഞ്ഞാൽ 21 ദിവസത്തിനു ശേഷം വീണ്ടും പറിക്കാൻ പാകമാകും. ഇദ്ദേഹം കീടരോഗ നിയന്ത്രണം നടത്തുന്നത് വൈകുന്നേര സമയത്താണ്. വൈകുന്നേര സമയമാകുമ്പോൾ ഈ പുഴുക്കൾ ആ കാലിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് പിന്നെ വള്ളിയുടെ ഏറ്റവും അഗ്രദളത്തിൽ നിന്ന് അത് നുള്ളി അത് കഴിക്കാൻ വേണ്ടി വരുന്ന ആ പുഴുക്കളെ ആ സമയത്ത് തന്നെ, വൈകുന്നേര സമയത്ത് തന്നെ പിടിച്ച് നശിപ്പിക്കുകയാണ് ഉള്ളത്. കാരണം പിറ്റേ ദിവസം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഈ പുഴു നേരെ കല്ലിനടിയിലോട്ട് താഴെ വന്ന് ചെടിയുടെ ആ ചപ്പ് ചവറുകളുടെ ഇടയിൽ വന്ന് ഒളിച്ചിരിക്കുകയും പിന്നെയും വൈകുന്നേരം ആകുമ്പോഴത് പിന്നെ അതിൻ്റെ ആഹാരം തേടി ഈ ഇലയുടെ അടുത്ത അഗ്രഭാഗത്തെത്തുകയും ചെയ്യും. പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള കീടമാണുള്ളത്. അത് അദ്ദേഹം കൈകൊണ്ട് തന്നെ പെറുക്കി നശിപ്പിക്കും. പിന്നെ ഇതിൽ കാണാറുള്ള വെറ്റിലയിൽ ഇലപ്പുള്ളി രോഗമാണ്. ഇലപ്പുള്ളി രോഗത്തിന് ഇദ്ദേഹം ചെയ്യാറ് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരം ചെടികളിൽ തളിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വേറെ രോഗങ്ങളൊന്നും ഈ തോട്ടത്ത് ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ വെറ്റിലത്തോട്ടത്ത് വരാറുള്ള മറ്റൊരു രോഗമെന്ന് പറഞ്ഞാൽ സ്ലോവിൽറ്റാണ്. അത് നിമറ്റോഡ് എന്ന രോഗാണു മൂലം ഉണ്ടാകുന്നതാണ്. അത് ഇവിടെയൊന്നും ഇല്ല നിലവിൽ. അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യേണ്ട രീതിയിൽ വളപ്രയോഗവും പരിചരണവും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു തോട്ടമായതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട്
കന്നുകാലികൾ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വളം ആകുമ്പോൾ വേറെ മാലിന്യങ്ങൾ അതിൽ കടന്നു കൂടാതെ നല്ല ശുദ്ധമായ സാധനം തന്നെ ഈ ചെടികൾക്ക് ഇടാൻ കഴിയുന്നത് ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് മാറ്റുകൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പശു വളർത്തൽ ഇദ്ദേഹത്തിൻ്റെ ആ കൃഷി വിജയത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെ. ഇദ്ദേഹവും സഹായിയും കൂടിയാണ് വെറ്റില പറിക്കുന്നത്. അതിനുശേഷം കെട്ടുകളാക്കി തിരിക്കും. ഒരു കെട്ടിൽ 100 വെറ്റില എന്നാണ് കണക്ക്. ഒരു കെട്ടിന് 100 രൂപ വരെ കിട്ടിയിരുന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വില കുറവാണ്. എങ്കിലും ആഴ്ചയിൽ നല്ലൊരു വരുമാനം ലഭിക്കാറുണ്ടെന്ന് അലി പറഞ്ഞു. പ്രവാസ ജീവിതത്തിന് ശേഷം വെറ്റില കൃഷി സ്ഥിര വരുമാനമാക്കിയ അനേകം വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ 25 ഹെക്ടർ ഏകദേശം 50 ഏക്കറിന് മുകളിലുള്ള വെറ്റില കർഷകരിൽ കൂട്ടക്കൊടി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അമ്പായപ്പള്ളി അലി മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഗുണം എന്ന് പറയുന്നത് വളത്തിന് സ്വന്തമായിട്ടുള്ള വളം 2 പോത്തും പശുക്കളെയൊക്കെ വളർത്തുന്നതുകൊണ്ട് കൃത്യമായ രീതിയിലെ വളപ്രയോഗത്തിന് അദ്ദേഹത്തിന് ഇതുകൊണ്ട് ഒരു സ്ഥിര വരുമാനം. കാരണം പലരും പ്രവാസ ജീവിതത്തിന് ശേഷം കൃഷിയിൽ പ്രത്യേകിച്ച് വെറ്റില കൃഷിയിലേക്ക് തന്നെ മടങ്ങുന്ന ഒരവസ്ഥ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഉടനീളം കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അറ്റുപോയിരുന്ന കൂട്ടക്കൊടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ പ്രവാസികൾ ചെയ്യുന്ന കർമ്മം വളരെ വലുതാണ്. അതുപോലെ തന്നെ നാട്ടുപണിക്ക് കൂടുതലായിട്ട് ആകർഷിക്കാനും സ്ഥിരമായിട്ടൊരു വരുമാനം. കാരണം വെറ്റില കൃഷിക്കാരെല്ലാവരും പറയുന്നത് വർഷം മുഴുവനും കയ്യിൽ ഒരു പണം ഉണ്ടാകുന്നൊരവസ്ഥ വെറ്റില കൃഷി കൊണ്ട് സംജാതമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ മലബാർ വെറ്റിലയ്ക്ക് ഡിമാൻഡ് കൂടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രധാനപ്പെട്ട സീസൺ എന്ന് പറയുന്നത് ഉത്സവ സീസണുകളിൽ വെറ്റിലയുടെ വില 35 മുകളിൽ നിന്നും ഒരു 60-80 ഇടയിലേക്ക് എത്തുകയും ഒരു ആവറേജ് വർഷം മുഴുവനും ഒരു 30 രൂപ കെട്ടിന് കിട്ടുന്ന രീതിയിലുള്ള വളർച്ചയാണ് വെറ്റില കൃഷിയിലിവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രവാസ ജീവിതം വെടിഞ്ഞ് കൃഷിയുടെ മഹത്വം മനസ്സിലാക്കി മണ്ണിലിറങ്ങി വിജയം കൊയ്യുന്ന അലിയുടെ ജീവിതം നമുക്ക് ഒരു പാഠമാണ്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണിൽ പൊന്നുവിളയും എന്ന പാഠം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लिपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്ഷ്യ സംസ്കരണത്തിൽ പരിശീലനവും കൺസൾട്ടൻസി. ടെക്നോളജി മിഷൻ പദ്ധതി. നാളികേര സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ധനസഹായം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും മികച്ച ഉൽപ്പാദനമുണ്ടാകുന്ന സീസണിൽ അവയിലെ ജലാംശം പാടെ നീക്കി ഉണക്കി സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ വെള്ളത്തിലിട്ട് സാധാരണ പച്ചക്കറികളുടെ രൂപത്തിലേക്ക് കൊണ്ടുവരാനും സഹായകമായ സാങ്കേതികവിദ്യ സംരംഭകർക്ക് നൽകുന്നു. തിരുവനന്തപുരം പാപ്പനംകോടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. ജാതിക്ക, വെള്ളക്കുരുമുളക് എന്നിവ തയ്യാറാക്കുന്നതിന് സഹായകരമായ നൂതന രീതികളും ട്രയറുകളും ഇവിടെയുണ്ട്. ഇത്തരം സാങ്കേതിക വിദ്യകളിൽ പരിശീലനത്തിന് പുറമെ ഇൻക്യുബേറ്റർ, കൺസൾട്ടൻസി, ലൈസൻസിംഗ്, ടേൺകീ അടിസ്ഥാനത്തിലുള്ള പദ്ധതി നിർവഹണം തുടങ്ങിയ സേവനങ്ങളും സംരംഭകർക്ക് ലഭ്യമാകും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047125155273. ഇമെയിൽ director@nist.res.in. വരൾച്ചയെ പ്രതിരോധിക്കാനും വിളകളെ സംരക്ഷിക്കാനും ചാണകവെള്ളം കൊണ്ടുള്ള ജൈവ ഔഷധക്കൂട്ട് ഉപയോഗിക്കാം. 35 മുതൽ 40 ദിവസം വരെ ഇത് വരൾച്ചയിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കും. 30 കിലോഗ്രാം പച്ചച്ചാണകം, 2 കിലോഗ്രാം ശർക്കര, 4 ലിറ്റർ കഞ്ഞിവെള്ളം എന്നിവ വലിയ ഒരു നൈലോൺ ബാഗിൽ കിഴികെട്ടി 200 ലിറ്റർ ശേഷിയുള്ള ബാരലിൽ 1/4 ഭാഗം വെള്ളം നിറച്ച് അതിൽ താഴ്ത്തി വയ്ക്കുക. 48 മണിക്കൂർ ഇത് പുളിക്കാൻ വയ്ക്കണം. നൈലോൺ ബാഗിന്റെ സുഷിര വ്യാസം 50 മൈക്രോൺ എങ്കിലും വേണം. 48 മണിക്കൂറിനുള്ളിൽ ഈ ബാഗിൽ നിന്ന് 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഊറിവരുന്ന ദ്രാവകമാണ് വരൾച്ചയെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്. ഈ ഔഷധക്കൂട്ട് 10% വീര്യത്തിൽ ചെടികളുടെ ഇലകളിൽ തളിക്കുക. നാളികേര സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും യൂണിറ്റിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് വിപുലീകരിക്കുന്നതിനും ടെക്നോളജി മിഷൻ പദ്ധതിയിൽ സാമ്പത്തിക സഹായം നൽകുന്നു. നാളികേര വികസന ബോർഡാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. യൂണിറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി പരമാവധി 50 ലക്ഷം രൂപ വരെ വായ്പാബന്ധിത സബ്സിഡിയായി നൽകും. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് 6 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഡയറി ഫാം ആസൂത്രണം, ലാഭകരമായ നടത്തിപ്പ്, വൈവിധ്യവൽക്കരണം എന്നീ വിഷയങ്ങളിൽ ഈ മാസം 4 മുതലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം അപേക്ഷിക്കുക. ഫോൺ നമ്പർ 049524144579. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 4, 5 തീയതികളിൽ തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയാണ്. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 047626985550 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 10,900 രൂപ, കോഴിക്കോട് 11,900 രൂപ, തൃശൂരിൽ 10,700 രൂപ. കോപ്ര കൊച്ചിയിൽ 7,325 രൂപ, കോഴിക്കോട് 7,500 രൂപ, തൃശൂരിൽ 7,270 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,700 രൂപ, ഗാർബിൾഡ് 68,700 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലത്ത് 9,300 രൂപ, ഈറോഡിൽ 9,800 രൂപ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12,900 രൂപ, 4ാം ഗ്രേഡ് 13,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12,900 രൂപ, 4ാം ഗ്രേഡ് 13,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 10,900 രൂപ, കൊപ്ര 7,325 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 65,700 രൂപ, ഗാർബിൾഡ് 68,700 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മതി. ജാതിക്ക തൊണ്ടൻ 225-നും 245-നും മതി. തൊണ്ടില്ലാത്തത് 425-നും 450-നും മതി. ജാതിപത്രി 500-നും 875-നും മതി. ഗ്രാമ്പു 725 രൂപ.
റബ്ബർ RSS 5ാം ഗ്രേഡ് 12,900 രൂപ, 4ാം ഗ്രേഡ് 13,900 രൂപ, ഓട്ടുപാൽ 9,400 രൂപ, ലാറ്റക്സ് 8,500 രൂപ. കാമ്പോൾ അവലോകനം. കൊച്ചിയിൽ ഈ വർഷം നടന്ന ആദ്യ ഏലക്ക ലേലത്തിൽ ഉൽപ്പന്ന വില കുതിച്ചു. ആഭ്യന്തര വ്യാപാരികൾക്കൊപ്പം കയറ്റുമതിക്കാരും ഏലക്ക ശേഖരിക്കാൻ മത്സരിച്ചത് മികച്ച ഇനങ്ങളെ കിലോ 1,503 രൂപയിൽ എത്തിച്ചു. ശരാശരി ഇനങ്ങൾ 1,332 രൂപയിലാണ് ലേലത്തിന് വന്നത്. ലേലത്തിന് വന്ന 37,622 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനാൽ വ്യവസായികൾ വിപണിയിലെ സാന്നിധ്യം ശക്തമാക്കി. ഉൽപാദകർ കുരുമുളക് നീക്കം നിയന്ത്രിച്ചത് വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. അതേസമയം വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുളകിന് ആഭ്യന്തര ആവശ്യം ഉയർന്നിട്ടില്ല. വിദേശത്ത് റബ്ബർ വില ഉയർന്നതിനൊപ്പം അവധി നിരക്കുകളും കയറിയത് വിവിധ ഇനം ഷീറ്റ് വില മെച്ചപ്പെടുത്തി. 4ാം ഗ്രേഡ് കിലോ 139 രൂപയായി കൊച്ചി, കോട്ടയം വിപണികളിൽ ഉയർന്നു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 23. കൊച്ചി 32.6, 22.6. ആലപ്പുഴ 35.1, 23.2. പുനലൂർ 35.5, 20.4. തിരുവനന്തപുരം കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. किसानों के हित में बड़ा कदम, प्रधानमंत्री कृषि सिंचाई योजना। हर खेत को पानी, प्रति बूंद अधिक उपज। सिंचाई के सही तरीकों और जल संरक्षण की नई तकनीकों के साथ बढ़ेगा जमीन का जल स्तर। जिला स्तर पर होंगी सिंचाई योजनाएं। असिंचित क्षेत्रों तक पानी पहुंचाकर बढ़ेगा उत्पादन। भारत सरकार की विशाल योजना प्रधानमंत्री कृषि सिंचाई योजना। किसानों के हित में बड़ा कदम, प्रधानमंत्री कृषि सिंचाई योजना। हर खेत को पानी, प्रति बूंद अधिक उपज। सिंचाई के सही तरीकों और जल संरक्षण की नई तकनीकों के साथ बढ़ेगा जमीन का जल स्तर। जिला स्तर पर होंगी सिंचाई योजनाएं। असिंचित क्षेत्रों तक पानी पहुंचाकर बढ़ेगा उत्पादन। भारत सरकार की विशाल योजना प्रधानमंत्री कृषि सिंचाई योजना।